أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്നവർ, അല്ലെങ്കിൽ ധിക്കരിക്കുന്നവർ, അല്ലെങ്കിൽ അവരെ കരുവാക്കിക്കൊണ്ട് സ്വന്തം സ്വയം ഉദ്ദേശങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നവർ, ഇവർക്കൊന്നും തന്നെ നേർവഴി പ്രാപിക്കാൻ കഴിയില്ല. അതിനുള്ള 1-2 ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. മറ്റൊന്നുമല്ല, ശൈഖുന മടവൂർ മഹാനര് അവരോട് പറഞ്ഞ ചില വാക്കുകൾ, അതാണ് എനിക്കിതിന് പ്രചോദനം ഏകിയത്. ഒന്ന്, അവരോട് പറഞ്ഞതായിട്ട് കേട്ടു, എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ, എല്ലാവരും പിന്നിൽ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞതായിട്ട് കേട്ടു. അതുപോലെ തന്നെ മറ്റൊരു സമയത്ത് മഹാനരോട് പറഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞു, നിങ്ങൾ കുത്തുബുൽ ആലം ഫി ശരിയ, ഞാൻ കുത്തുബുൽ ആലം ബിൽ ഹഖീഖിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വഴി റബ്ബിലേക്കുള്ള, ഖിളിർ നബി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും പോലെ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വ്യക്തമായും കാന്തപുരം ഉസ്താദ് ആരാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ആവശ്യമില്ല. പിന്നീട് അങ്ങോട്ട് കാന്തപുരം ഉസ്താദിനെ സംരക്ഷിച്ചു പോന്ന ഒരു ഘട്ടം, ഒരു കാലഘട്ടം, അതെല്ലാ കാലഘട്ടത്തിലും അന്നും ഇന്നും അങ്ങനെയാണ്. അവരെ തരം താഴ്ത്താൻ ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല. അവർക്ക് അവരുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുക എന്നല്ലാതെ കാന്തപുരം ഉസ്താദിനും യാതൊരു പോറലും ഏൽക്കാൻ പോകുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയട്ടെ, പാലക്കാട് വെച്ച് വാദപ്രതിവാദത്തിന് പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, യൂസുഫ് കോയ തങ്ങൾ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, സ്റ്റേജ് കിട്ടിയാൽ മൈക്ക് കിട്ടിയാൽ ആദ്യം പറയാതാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പറയാതാണ്. അങ്ങനെ എപ്പോഴും കാന്തപുരം ഉസ്താദിന് ഒന്നേ ഉള്ളൂ, ശൈഖുനോട് ചോദിക്കാതെ, ശൈഖുനയുമായി ബന്ധപ്പെടാതെ, ശൈഖുനയുമായി ചർച്ച ചെയ്യാതെ ഒരു വിഷയം ചെയ്യാറില്ല എന്നൊരവസ്ഥ ഹയാത്ത് കാലത്ത് ഉള്ളതാണ്, നേരിട്ട് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാലക്കാട് വാദപ്രതിവാദത്തിന് പോകുന്ന സമയത്ത് മഹാനര് ശൈഖുനാനെ ഒന്ന് കാണാൻ വേണ്ടി പല സ്ഥലത്തും അന്വേഷിച്ച്, അന്ന് ഓടി നടക്കുന്ന സമയമാണ്, അങ്ങനെ പല സ്ഥലത്തും അന്വേഷിച്ചു, എവിടെയും കാണാൻ പറ്റിയില്ല. അവസാനം നിരാശനായി 2ഉം കൽപ്പിച്ച് മടവൂർ മഹാനരിലേക്ക് തവക്കുലാക്കി യാത്ര പോവുകയാണ് പാലക്കാട്ടേക്ക്. കാരണം സമയം കഴിഞ്ഞു പോകും. അവിടെ ചെന്ന് പാലക്കാട്, അവിടെ ഏറ്റവും വലിയൊരു മഹാൻ ഉണ്ട്, അവിടെ മക്കാമുണ്ട്. അവിടെ സിയാർത്ത് ചെയ്ത്, പല സ്ഥലത്തും സിയാർത്ത് ചെയ്തും കൊണ്ടാണ് പോവുക. കാന്തപുരം ഉസ്താദിൻ്റെ പ്രത്യേകത അതാണ്. സിയാറത്ത് ചെയ്ത് അവരോട് വിഷയങ്ങൾ പറയും. ഹയാത്തിലുള്ള ആളുകൾ, അറിയപ്പെട്ട ആളുകളോട് അവരോടും വിഷയം പറയും. അങ്ങനെയാണ് മഹാനരടുത്ത് ഈ അഭിപ്രായം പറയാനും ഒക്കെ ഓടിയെത്താറുള്ളത്. കാണാൻ പറ്റില്ല. അങ്ങനെ മഖാം സിയാർത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്താണ് ശൈഖുന നേരിട്ട് പ്രതിനിധിയെ അങ്ങോട്ട് അയക്കുന്നത്. കാന്തപുരം ഉസ്താദിനെ കണ്ടപാടെ പറഞ്ഞു, ഓടി വന്നിട്ടാണ് പറയുന്നത്. കാരണം ഇറങ്ങി വണ്ടി കയറിയാൽ പിന്നെ ആളെ കിട്ടൂല. ഓടി വന്ന് പറഞ്ഞു, ശൈഖുന അയച്ചതാണ്, പിന്നെ ധൈര്യമായിട്ട് വാദപ്രതിവാദത്തിന് പോകണം, വളരെ വിജയമുണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. കാന്തപുരം ഉസ്താദ് പലപ്പോഴും പറയുന്നതാണ്, യൂസുഫ് കോയ തങ്ങൾ പലപ്പോഴും പറയുന്നതാണ്. അങ്ങനെ ശൈഖുനയുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധമുള്ള പല ആളുകളും പറയുന്ന വിഷയങ്ങളാണത്. അങ്ങനെ അൽഹംദുലില്ലാ പൈസ എടുത്തു കൊടുത്തു, ബസ്സിൻ്റെ കൂലി, പണം വേണ്ട, എനിക്ക് പണം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വന്ന ആൾ ആഗതം തിരിച്ചു പോവുകയും ചെയ്തു. വാദപ്രതിവാദത്തിന് പോയി. കാന്തപുരം ഉസ്താദ് പറയുന്നു, 15 മിനിറ്റിലധികമൊക്കെ ഈ വഹാബി പാതിരിമാർ മറുപടിയില്ലാതെ കുടുങ്ങിപ്പോയിക്കുന്നു. അത്തോതിലട് സ്വിപ്പായിപ്പോയിരുന്നു. കാന്തപുരം ഉസ്താദ് പറയുന്നത് വ്യക്തമാണ്, ഞാനല്ല, എന്നെ നിയന്ത്രിച്ചതാണ്, ഞാനല്ല, എന്നെ മടവൂർ മഹാനരെ നിയന്ത്രിച്ചതാണെന്ന് വ്യക്തമായി പല സ്ഥലത്തും പറയാറുള്ളത്. അപ്പം ആ ഒരു നിയന്ത്രണം അന്ന് മുതലേ കാന്തപുരം ഉസ്താദിനുള്ളതാണ്. അങ്ങനെ ആ വാദപ്രതിവാദം വന്ന് കഴിഞ്ഞ് തോറ്റാ പിന്നെ ഇവർക്ക് ചെയ്യാനുള്ള കള്ളശൈഖന്മാർക്കും
മടവൂർ മഹാനരെ അള്ളാനെ കാണാൻ മേലൊക്കെ എടുത്തിച്ചേക്കണ ചില കമ്പനിക്കാരുണ്ട്. ഒരു തായോട്ടെ, ഒരു നല്ലോ മോശമോ നമ്മൾ നോക്കണ്ട, പക്ഷെ നമുക്ക് കുത്ത് വന്നാൽ നമ്മൾ കുത്തു എന്നുള്ള കാര്യമേ ഉള്ളൂ. ഏതോ ആവട്ടെ, കള്ളസേഖന്മാർക്കും അതുപോലെ തന്നെ മറ്റേ വിദായികൾക്കും വഹാബികൾക്കും വിദായികൾക്കൊക്കെ ഒരു പണിയുണ്ട്. പിന്നെ സിഗർ എന്ന മിസൈൽ അയക്കല. അങ്ങനെ മറ്റൊരു മിസൈൽ അയച്ചു. കാന്തപുരം ഉസ്താദ് പൂർണ്ണമായും ക്ഷീണിതനായി തകർന്നുപോയി. മരുന്ന് കുടിച്ച് ശരീരം നശിക്കുന്നു. ആ ഘട്ടത്തിലാണ് സുഖയുടെ നിലക്കും മാറുന്നില്ല, പനി വിട്ടു പോകുന്നില്ല. പക്ഷേ മരുന്ന് പവർ ഡോസ് കൂടിയത് കുടിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് മഹാനൊരു ദിവസം സ്വപ്നം കാണുന്നത്. നേരെ ആള് വന്നിട്ട് ഉന്തി തള്ളിയിടുന്നു കുണ്ടിലേക്ക്. ചാടി അക്കരെ കടക്കുന്നു. അപ്പോൾ അവിടുന്ന് ഉന്തുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് കുണ്ടിലേക്ക് തള്ളിയിടുന്ന ക്ഷീണിക്കുന്ന ഒരു ഘട്ടത്തിൻ്റെ ഒരവസ്ഥ സ്വപ്നത്തിലൂടെ വന്നപ്പോൾ ഉടനെ തന്നെ മടവൂർ മഹാൻ ഇറങ്ങെത്തി. എത്തിയപ്പോഴത്തെ മറ്റോലോ കൊയിഞ്ഞു പോയി. ഉടനെ പറഞ്ഞു ലാ തഖഫ്. അതിലാണ് നിർത്തിവെച്ച് സ്റ്റോപ്പ് ചെയ്ത് ലാ തഖഫ് മാത്രം പറഞ്ഞു നിർത്തിവെച്ചു. അങ്ങനെ ഉടനെ തന്നെ പിറ്റേന്ന് പനി വന്ന് നോക്കണേ. പിന്നെ മരുന്നിൻ്റെ ആവശ്യം വന്നില്ല. പനി പോയി, രോഗവും പോയി. അങ്ങനെ സൈഫനാനൊന്ന് കാണാൻ വേണ്ടി സ്വപ്നത്തിൽ കണ്ടതാണല്ലോ, കാണാൻ വേണ്ടി ചെന്നു. നേരിൽ കണ്ടു. യൂസുഫ് കോയത്തങ്ങളും അടുത്തുണ്ട്. മഹാനര് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു ലാ തഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറയുന്നു വലാ തഹ്സൻ. കാന്തപുരം ഉസ്താദിനെ നിയന്ത്രിക്കുന്നു അന്നും ഇന്നും എന്നും. അപ്പോൾ നമ്മളൊക്കെ കാണുന്നുണ്ട്. ഒരലളിയാൽ പോലും ഞാൻ കാണുമെന്ന് പ്രഖ്യാപിച്ച അത് ലോകത്തോട് അറിയിച്ചതാണ്. കാരണം ലോകത്ത് അന്നേത്തെ ഏറ്റവും മേലെ കിടക്കുന്ന, അന്നും ഇന്നും മേലെ കിടക്കുന്ന ഒരേ ഒരു പണ്ഡിതൻ, അതാണ് യമനിലെ അഫീൽ എന്നൊരു അങ്ങേറ്റം ബഹുമാനിക്കാറുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അതുപോലെ മാലിക്കി തങ്ങൾ വളരെ ബഹുമാനിക്കാറുണ്ടായിരുന്നു കാന്തപുരം ഉസ്താദിനെ. അങ്ങനെ തുടങ്ങിയിട്ട് പല ആളുകളും ബഹുമാനിക്കുന്ന ഒരവസ്ഥ നമ്മൾ നേരിൽ കണ്ടതാണ്. അതേ അവസരത്തിൽ എതിർക്കാനും അതിനേക്കാളും പവറുള്ളവരുണ്ട്. അതില്ലാഞ്ഞാൽ പറ്റൂല. മുസ്ലിം നബി തങ്ങൾ എതിരാളിയാണല്ലോ അബൂജാഹിൽ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ എതിരാളിയാണല്ലോ ഫിറഔന്. അതുപോലെ തന്നെ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ എതിരാളിയാണല്ലോ നമ്രൂദ്. അപ്പോൾ ആ ബൽപ്പത്തിനനുസരിച്ച് തന്നെ എതിരാളികൾ ഉണ്ടാവും, സാധാരണയാണ്. അത് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാന്തപുരം ഉസ്താദിൻ്റെ ഒരു വിഷയം അങ്ങനെയാണെങ്കിൽ എപ്പോഴും അതുപോലെ തന്നെ കൊട്ടപ്പുറത്ത് വെച്ചിട്ട് വാദപ്രതിവാദത്തിന് അയച്ചത് സൈഹുനെയാണ്. കാരണം അണ്ടോൺ ഉസ്താദ് പോയി ചർച്ച ചെയ്തു, അവസാനം വാദപ്രതിവാദത്തിന് സൈൻ ചെയ്തെങ്കിൽ ആരെടുത്ത് പോയിട്ടും കിട്ടില്ല. അന്ന് കാന്തപുരം ഉസ്താദ് ഗൾഫിലാണ്. അണ്ടോൺ ഉസ്താദ് വേദനിച്ചിരിക്കുന്ന സമയത്താണ് കാന്തപുരം ഉസ്താദ് നേരെ ഗൾഫിൽ നിന്ന് വരുന്നത്. അണ്ടോൺ ഉസ്താദ് വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അണ്ടോൺ ഉസ്താദ് ഇത്തരം കാന്തപുരം ഉസ്താദിനെ സ്നേഹിക്കാൻ ഒരു കാരണം അതാണ്. ഒരു സംഗതി പോയി ഒപ്പിട്ട് പോകുന്നു. പക്ഷേ പല വലിയ മണ്ണാരത്തും പോയിട്ടും എന്തിനതിന് പോയി എന്നാ ചോദ്യം. കാരണം മറുപടി പറയാൻ പല ആൾക്കും കഴിയുന്നില്ല എന്നുള്ള വിഷയം അന്ന് വന്നിട്ടുണ്ട്. കാരണം കിതാബ് പൂർണ്ണമായിട്ടും തിരിയണം. അത് തിരിയണമെങ്കിൽ ആരിഫയങ്ങളായ ഔലിയാക്കൾക്ക് അത് തിരിയുള്ളൂ. അവരുടെ സഹായം ഉള്ളവർക്ക് അത് മറുപടി പറയാനും കഴിയുള്ളൂ, അല്ലാത്തവർക്ക് കഴിയില്ല. ഇതാണ് ബഹുമാനപ്പെട്ട പുലിമൊയ്തീൻ സാഹിബ് കോഴിക്കോട് വെച്ച് പതിസ്താദിൻ്റെ മുമ്പിൽ കാണിച്ചത്. മൂന്ന് ചോദ്യത്തിന് മറുപടി കിട്ടാതെ വന്നപ്പോൾ ഇന്നാലിൻ്റെ കിതാബിൽ ഇന്നാലിൻ്റെ പേജിൽ നിന്ന് ഇന്നാലിൻ്റെ വരിയിലൂടെ വായിക്കണമെന്ന്. ഞാൻ റൂട്ട് മാറുകയല്ല, റൂട്ട് യോജിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത്, പലതും അല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരിഫ്യങ്ങളായ ഔലിയാക്കൾക്ക് കിതാബ് പൂർണ്ണമായിട്ടും തിരിയുള്ളൂ. അവരുടെ സഹായം ഇല്ലാതെ ശരീരത്തിൻ്റെ ഒരു പണ്ഡിതനും ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കൊക്കെ വിവരമുണ്ട് എന്ന് പറഞ്ഞാൽ ഏടെക്കെങ്കിലും പോയിട്ട് ആരോടെങ്കിലും കണ്ണനത്തിനും മുഖാമുഖത്തിനൊക്കെ പോയിക്കാൻ തിരിയൂല എന്നുള്ള കാര്യം കൂടി ഒന്ന് മറന്നു പോകരുതെന്നേ പറയാനുള്ളൂ. ആരിഫ്യങ്ങളായ ഔലിയാക്കളെ സഹായം വേണം. മഹാനരത കാന്തപുരം ഉസ്താദിനെ നേരെ കൊട്ടപ്പുറത്തേക്ക് അയക്കുന്നു. ഒന്നാമത്തെ ദിവസം തന്നെ കർണമയ്യത്ത വഹാബികളൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ കളിച്ചോക്കപ്പം ഞമ്മക്ക് ഇച്ചണ്ടല്ലോ. അങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ പറള് 14 9 ഉള്ളൂ എന്ന് അന്ന് പ്രഖ്യാപിച്ചത്. 82 പ്രഖ്യാപനം. കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് കുടുങ്ങിയ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് കുടുങ്ങിയതാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് സലാം പറയുന്ന ഒരു വിഷയമുണ്ട്. അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അത് നേരിട്ടാണ് സലാം പറയുന്നത്. പറയുന്നതൊന്ന് അത്തയ്യാത്തൊന്നാട്ടോ ഓതാൻ പറഞ്ഞു. ഒന്ന് കുടുങ്ങിയത്. രണ്ടാമത്തത് സിർക്കിൻ്റെ നിർവചനം. സിർക്കിൻ്റെ നിർവചനം ചോദിച്ചപ്പോഴത്തേക്ക് മറുപടിയില്ല. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ 3ൻ്റെ അന്ന് രക്ഷയില്ലാതെ കാരണം അയ്യത്തായി ചീഞ്ഞ് നാറിൽ തുടങ്ങിയപ്പോൾ കുറേ കൂക്ക് വിളിച്ചിട്ട് കഴിച്ചിലായ കമ്പനിയാണ് മറ്റേ കമ്പനി. ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് അന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. എന്തോ പക്ഷേ 82
അന്ന് അയച്ചത് ശൈഖുനയാണ്. അതുപോലെ തന്നെ അന്ന് തന്നെ 82 ആ വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മർക്കസിൽ നിന്ന് കുറച്ച് മുതഅല്ലിമീങ്ങൾ ചെന്നിട്ട് ശൈഖുനാനോട് ഞങ്ങൾക്ക് വെള്ളമില്ല, വെള്ളം വേണമെന്ന് പറഞ്ഞത്. ഉടനെ അവിടുന്ന് പ്രഖ്യാപിക്കുന്നൊരു വാക്കുണ്ട്, ഇപ്പോൾ ഈ ശൈത്താന്മാരോട് മറുപടി പറയുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞ് ഉസ്താദ് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ധാരാളം വെള്ളമുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ വന്ന് കാരന്തൂർ സ്ഥലം വാങ്ങുകയും അവിടെ കുളം കുത്തുകയും മർക്കസിന് ധാരാളം വെള്ളം കിട്ടി. അതിനെതിർത്തതൊക്കെ ഞങ്ങൾ കുറേ കേട്ടുകണ്. അവസാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ISM ഉത്തരവ് വന്നത് മറ്റേ CWRDM എന്ന് നേരിട്ട് ഇവിടെ കുളത്തിൽ നിന്ന് വെള്ളം എടുത്താൽ പരിസര പ്രദേശത്ത് യാതൊരു തകരാറുമില്ല, വെള്ളം അങ്ങോട്ട് പോയിക്കോളണമെന്ന് ഓർഡറാണ് വന്നത്. കാരണം ഓർഡർ പോയത് കോഴിക്കോട് മൂപ്പറ്റ വരാനാ. അപ്പം പിന്നെ അത് തടുക്കാൻ ആർക്കൊണ്ടും കഴിയില്ല. ഇതൊക്കെ നമുക്കറിയണതാ. ധാരാളം വെള്ളം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു. ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നവരാണെന്ന് കാന്തപുരം ഉസ്താദിനെ ആ നിലക്ക് കൊട്ടപ്പുറത്ത് വെച്ചിട്ട് എപ്പോഴെവിടേക്ക് പോകണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ശൈഖുനാനോട് ചോദിക്കാതെ അവിടുന്ന് പ്രവർത്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിയന്ത്രിച്ചു, ഇന്ന് നിയന്ത്രിക്കുന്നു. അതാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഒരു സമ്മേളനം പറ്റി ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞതാണ്. കാന്തപുരം ഉസ്താദ് പറയുകയുണ്ടായി, സമ്മേളനം വരെ നിർത്തിവെക്കാൻ ഞാൻ ശ്രമിച്ചു പോയി, പക്ഷേ മടവൂരിലേക്ക് മഹാനിലേക്ക് തവക്കലാക്കി ഞാൻ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോയതാണ്. അന്നാണ് ടാങ്കിൽ സയനൈഡ് കലക്കിയത്. മൊയിലാരെ വേഷം കെട്ടി വന്നിട്ട് ഏതോ എതിരാളി വേഷം കെട്ടി, അവരുടെ ബുദ്ധിക്ക് അങ്ങനെ സംഭവിച്ചു പോയി. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരുടെ ബുദ്ധിക്ക് അങ്ങനെ സംഭവിച്ചു പോയി. അതാണ് കാന്തപുരം ഉസ്താദ് പെട്ടെന്ന് മാപ്പ് അങ്ങ് കൊടുത്തയച്ചത്. കാന്തപുരം ഉസ്താദ് മാപ്പ് കൊടുത്തതെന്താ പറയുക, അങ്ങനെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ, അല്ലാഹു തആല നമ്മളെ സഹായിച്ചു, മഹാന്മാർ നമ്മെ സഹായിച്ചും കൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് കാന്തപുരം ഉസ്താദാണെന്ന് ശരിയത്തായിട്ട് ലോക ജനതയെ നിയന്ത്രിക്കുന്നത് അവരാണ് നിയന്ത്രിക്കേണ്ടത്. അത് മടവൂർ മഹാനർ നൽകിയ അധികാരമാണ്. ഈ അധികാരം നിലനിൽക്കെ അവിടെ തരം താഴ്ത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കള്ളത്തരവും വിവരക്കേടും വിളിച്ചറിഞ്ഞ് തരം താഴ്ത്താമെന്ന പൂതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവന് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്, അവൻ്റെ ആക്കിബത്ത് മോശമാവും സൂക്ഷിക്കുന്നത്. അതേപോലെ തന്നെ കാന്തപുരം ഉസ്താദ് പറയുന്നതിന് നേരെ തിരിക്കപ്പുറത്തുനിന്ന് ആരെങ്കിലും കൂടെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ അതും അപകടമാണ്, സൂക്ഷിക്കേണ്ടതാണ്. കാന്തപുരം ഉസ്താദിനെ കാണിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും സ്വന്തം ഉദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് താക്കീതാണെന്ന കാര്യം മറന്നു പോകണ്ട. ഇത് സൂക്ഷിക്കേണ്ടതാണ്, സൂക്ഷിക്കണം. കാന്തപുരം ഉസ്താദ് എന്നൊരാശയമുണ്ട്. ആ ആശയം ഹക്കായ ദീനുൽ ഇസ്ലാം, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തെ കിറാമും എന്താണോ നടപ്പാക്കിയത്, അത് മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ എങ്ങനെയാണോ അത് വേർതിരിച്ച് കാണിച്ചു തന്നത്, തരീഖത്തിൻ്റെ മശായിഖന്മാർ എങ്ങനെയാണോ അത് കാണിച്ചു തന്നത്, അത് പരമ്പരാഗതമായി കിട്ടി. ഈ കാലഘട്ടത്തിൽ അത് കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിലാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ചര്യ ഉള്ളത്. അതിന് സഹായിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ അക്താബീങ്ങളാണ്. അവരുടെ സഹായം ഇല്ലാതെ ഒരിക്കലും നടക്കൂല. അത് കാന്തപുരം ഉസ്താദിന് അങ്ങനെ അവരുടെ സഹായം ഇല്ലാതെ നടക്കുമെന്ന വിശ്വാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരെ തവക്കലാക്കിയിട്ടല്ലാതെ കാന്തപുരം ഉസ്താദ് പ്രവർത്തിക്കാറും ഇല്ല. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നന്ന്. കാന്തപുരം ഉസ്താദിന് സർവാധികാരങ്ങൾ നൽകിയത് എന്നാണ് ശരീഅത്തിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ നിയന്ത്രണവും അവിടെ ഉണ്ട്. ഇത് തെളിവാണ്, യാതൊരു സംശയവുമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം ഒന്നിടപെട്ടാൽ നമുക്ക് ചർച്ചയ്ക്ക് വെക്കാം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. കാന്തപുരം ഉസ്താദിനെ കളിയാക്കാനോ അവരെ ട്രോളാനോ അവരെ തരം താഴ്ത്താനോ അവരെ ധിക്കരിച്ചും കൊണ്ട് അവരെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും എതിര് കളിക്കാനും പ്രവർത്തിക്കാനോ അവരെ പഠിപ്പിച്ച് കളയാനോ എന്ന പൂതി ആർക്കും വേണ്ട. അത് അവിടുത്തെ വഫാത്ത് വരെ ആർക്കും നടക്കാനും പോകുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാന്തപുരം ഉസ്താദെന്ന് അതൊരു വേറൊരു മഖലൂക്ക് തന്നെയാണ്. ഹയാത്ത് കാലത്ത് തന്നെയാണ് പറയുന്നത്. പക്ഷേ പറയാനുള്ളൊരു ധൈര്യം വരുന്നത് മടവൂർ മഹാനർ അവരെ നിയന്ത്രിച്ചു. ഒരു എതക്കേടുള്ള വാക്കും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അത് എന്നാ തെളിവ്? എനിക്കുള്ള തെളിവ് അത് തന്നെയാണ്. മടവൂർ മഹാനർ അവരെ നിയന്ത്രിച്ചു. മടവൂർ മഹാനർ അവർക്ക് അധികാരങ്ങൾ നൽകി. മടവൂർ മഹാനരെ എല്ലാം സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഇത് തന്നെ എനിക്കുള്ള തെളിവ്. അതുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ തൊട്ട് കളിക്കേണ്ട. ആക്കിബത്ത് മോശമാവുമെന്ന കാര്യം മറന്നു പോകരുത്. ബിദൈകളും മുനാഫിക്കുകളും പലതും വിളിച്ചു പറയും. അത് കണ്ട് നമ്മൾ കുടുങ്ങിപ്പോണ്ട. പിന്നെന്താ ചിലതിനൊന്നും ഉസ്താദ് പറയണേ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. അത് നമ്മുടെ വിവരമില്ലായ്മയാണ്, നമ്മൾക്ക് തിരിയായാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് രണ്ട് വിഷയത്തിൽ ഞാൻ ശ്രദ്ധയിൽപ്പെട്ട ഒന്നുണ്ട്. ഒന്ന് ഹോട്ടൽ കത്തിപ്പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതെന്ന് പതുക്കെ സ്റ്റേജിന്മേൽ നിന്ന് ഒരാൾ ഓതി കൊടുത്തേ ഞാൻ കേട്ടിക്കണം. ആ സ്റ്റേജിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട്
കാന്തപ്രസാദ് പറഞ്ഞത് കത്തീത്തൊക്കെ ഉണ്ടാവും, പക്ഷെ ജനങ്ങൾക്ക് തിരിയാത്ത ജാതി പറയരുതെന്ന് വളരെ വ്യക്തമായ സൂചിപ്പിക്കും. കത്തീത്തൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ചില തർബീയത്തൊക്കെ ഉണ്ടാവും, പക്ഷേ എന്താക്കരുത്, ജനങ്ങൾക്ക് തിരിയാത്ത ജാതി പറയരുത്. അതായത് ചായപ്പീടിയെന്ന് ചായയും കുടിച്ച് ഇങ്ങോട്ട് വന്ന് പൈസ കൊടുത്തില്ല, വസ്ത്രം ചോദിച്ച് വസ്ത്രം കഴിച്ചു കൊടുത്ത് എന്നിട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ ഹോട്ടലെത്തിപ്പോയി അതായിട്ട് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. അതേ അവസ്ഥയിൽ അവിടെ എന്താണ് സംഭവിച്ചത് പൂർണ്ണമായും വിശദീകരിച്ചു കൊടുക്കണം. അവിടെ നടന്നത് യഥാർത്ഥത്തിൽ ആ ഹോട്ടലുകാരനെ തർബീയത്ത് ചെയ്തതാണ്. അതിന് ഏറെക്കുറെ അസിലറിയുന്ന നമ്മൾക്കൊക്കെ അത് അറിയാവുന്നതാണ്. ആദ്യം ഒന്നുമില്ലാതെ കുറേ പവർ കൂടിയ ആളുകൾ, സാമ്പത്തിക പവർ കൂടിയും ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകൾ വന്നാൽ ബഹുമാനിക്കുന്ന മനുഷ്യൻ പിന്നീട് എന്തു സംഭവിച്ചു? വേറെ ആരെയും അങ്ങനെ വിലക്കൂല, മൊയ്ലാമാരോടൊന്നും അത്രതില്ല. പിന്നീട് അയാൾ സംഭവിച്ചത്, അയാൾ ഹോട്ടലിൻ്റെ നേരെ ബാക്കിൽ ആദ്യം ഉണ്ടായ സമ്പത്ത് ഒരുപാടുണ്ട്, ഹോട്ടൽ നടത്തിയ കാരണം കൊണ്ട് ഇതായിട്ട് കത്തിപ്പോയി ചാച്ചിട്ട് അയാൾക്ക് ഉണ്ടാക്കാതെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്തുണ്ടായി? പിന്നീട് അയാൾ ഹോട്ടലുണ്ടാക്കി, ബാക്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യവും ദിക്റും വ്യാഴാഴ്ച സലാത്തിനൊക്കെ പൊരിച്ച കോയും പൊറാട്ടയൊക്കെ കാലത്തിട്ടാണ് വലിയ കിട്ടലാണ്. പല ഡ്രൈവർമാരും എങ്ങനെങ്കിലും വ്യാഴാഴ്ച മകരിബിന് ആടെ ലാൻഡാക്കി. അതുപോലെ തന്നെ മൈസൂരിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർ ചിലപ്പോൾ മകരിബ് ഇങ്ങോട്ട് വിശാലിലേക്ക് ജമ്മാക്കി താടെ വരും. കാരണം എന്താ പറയുക, നിസ്കാരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇയാളെ വക എന്തെങ്കിലും കിട്ടും, പിന്നെ പൈസ കൊടുത്ത് തിന്നെയുമ്പോൾ ഹോട്ടലിൽ പോയിട്ട് അത് വേറെ വിഷയം, എന്തെങ്കിലും കിട്ടും. പിന്നെ കുളിക്കാനും ഒക്കെ സൗകര്യങ്ങളും ദിക്റലി കുത്തിരിക്കണമെന്ന് ഒരു കുഴപ്പമില്ല. അക്കൂട്ടത്തിൽ ക്ലാസ് വലിച്ചെറിയണവനൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ വലിയ സ്നേഹമായി മാറി. അത് പറഞ്ഞാൽ ആ മനുഷ്യനെ തർബിയത്ത് ചെയ്തതാണ്. ഇതും കൂടി ആ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. അത് പാടില്ല, അല്ലാതെ കുറച്ച് മുറിച്ച് പറയരുത് എന്നാണ് കാന്തപ്രസ്താവ് പറഞ്ഞത്. പറയുമ്പോൾ തീർത്ത് പറയണം. അതാണ് കാന്തപ്രസ്താവ് പറഞ്ഞ്. അങ്ങനെ തുടങ്ങിയിട്ട് ചില ആൾക്കാർ കാന്തപ്രസ്താവിനെ കാണിച്ചിട്ട് പലതും മോശമാക്കി തരം താഴ്ത്തുന്ന സ്വഭാവം അതിൻ്റെ ഇടയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ മാന്തി പുറത്തിടാതിരിക്കുകയാണ് ഹൈറ് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. കാന്തപ്രസ്താവിനെ തരം താഴ്ത്തുന്ന ഒരു പ്രവർത്തനം ആരും നടത്തണ്ട, അത് നല്ലതല്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. അല്ലാഹു തആല നല്ലതായിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖും തന്ന് സഹായിക്കണേ അല്ലാഹ്. നല്ലതായിട്ട് മനസ്സിലാക്കണം, മോശമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കണം അല്ലാഹ്. അതിന് തൗഫീഖ് തരണം അല്ലാഹ്. ശരീഅത്തിൻ്റെ പണ്ഡിതന്മാരെ കളിയാക്കിക്കൊണ്ടും മശായിഖന്മാരെ അള്ളാനെക്കാളെ മേലെ എടുത്തു വെച്ചുകൊണ്ടും അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവത്തിലേക്ക് പോവാതെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങൾ സാധാരണക്കാരാണ്, ഭാവിക്കണം, ഞങ്ങൾക്ക് കഴിവില്ല. അള്ള തന്നതിലുമല്ലാതെ ഞങ്ങളിലില്ല അല്ലാ. അള്ള തന്നതല്ലാതെ ഞങ്ങൾക്ക് കുറേ വണ്ടി ഓടിക്കാനും കുറേ കൈക്കോട്ട് പണിക്കും ഇതൊക്കെ തന്ന കുറേ തോണിയും താനും അങ്ങനത്തെ ചില കഴിവേ ഞങ്ങൾക്കുള്ളൂ. റബ്ബ് തന്നത് അതും ആവശ്യമാണ് ലോകത്ത്. ഞങ്ങൾ അതിലേക്ക് വെച്ചെങ്കിൽ ഞങ്ങൾ ആക്കിപ്പത്ത് മോശമായി പോകുന്നൊരവസ്ഥ വരാതെ ഞങ്ങൾ സഹായിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന കാന്തപുരം ഉസ്താദ്, അവരെ സ്നേഹിക്കുന്ന അവരനുസരിച്ച് മാത്രം ജീവിക്കുന്ന വേറെയും കുറേ പണ്ഡിതന്മാരുണ്ട്. അവരുമായിട്ട് എപ്പോഴും സഹകരിക്കാനും സഹവസിക്കാനും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഹക്കായ നിലക്ക് ഞങ്ങളുടെ ജോലിയായി ഞങ്ങളുടെ മറ്റ് ജീവിതമായി ഒക്കെ ശരീഅത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ കാലഘട്ടത്തിൽ ശരീഅത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. അതിന് ഹക്കായ പണ്ഡിതന്മാരുടെ നേതൃത്വം വേണം. കാന്തപ്രസ്താദിനെ സ്നേഹിക്കുന്ന, കാന്തപ്രസ്താദ് നിർദ്ദേശം കൊടുക്കുന്ന ആ പണ്ഡിതന്മാരുമായിട്ട് എപ്പോഴും സഹവസിക്കാൻ, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ജീവിക്കാൻ, അങ്ങനെ ആക്കിബത്ത് നന്നായി നിലക്ക് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ. പഴച്ച വർഗ്ഗക്കാർ കൂടെ നിന്നിട്ടും അല്ലാണ്ടും ഒക്കെ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾ കാണുന്നു. ഇതില്ലാതെ സഹായിക്കണം തമ്പുരാനെ, സഹായിക്കണം അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه وسلم.